രാഷ്ട്രീയത്തിൽ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. എപ്പോഴാണ് ട്വിസ്റ്റുകൾ സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു യു ടേൺ അടിയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസിനെ പിന്തുണച്ചവരുടെ വലിയ സ്വപ്നമായിരുന്നു കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണമെന്നും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 370 തിരികെ കൊണ്ടുവരണമെന്നും ഉള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. കുറഞ്ഞപക്ഷം ജമ്മു കാശ്മീരിൽ അധികാരത്തിൽ ഏറിയാലെങ്കിലും ഇതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നും ഇതിൽ നടത്തുന്ന പോരാട്ടങ്ങളുടെ മുൻനിരയിൽ കോൺഗ്രസ് ഉണ്ടാകണമെന്നുമൊക്കെ അവർ ആഗ്രഹിച്ചിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും തെരഞ്ഞെടുപ്പിൽ അമിത്ഷാ ഇത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തു. അദ്ദേഹം പോകുന്ന റാലികളിലെല്ലാം പറഞ്ഞത് ഇനി ഈ പറയുന്നവരുടെ പൂർവികർ തിരിച്ചു വന്നാൽ പോലും ആർട്ടിക്കിൾ 370 മടക്കിക്കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ്. അതായത് അതൊരു അടഞ്ഞ അധ്യായമാണ് എന്ന്. അതായത് കുറച്ചുകൂടി കടത്തി അദ്ദേഹം പറഞ്ഞത് ഈ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നാലും നടപ്പാക്കാൻ കഴിയില്ലെന്ന്. ഇതോടുകൂടി ആർട്ടിക്കിൾ 370 മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയമായി മാറി. ഇതിൽ കലിപുണ്ട മല്ലികാർജ്ജുന ഖാർഗെ മാധ്യമങ്ങളോട് പറഞ്ഞത് തങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, തങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല 370 തിരിച്ചു കൊണ്ടുവരുമെന്ന്. ആരാണിതൊക്കെ പറഞ്ഞത്? അമിത്ഷായ്ക്ക് ഈ വിഷയം കത്തിച്ചു നിർത്താൻ ആഗ്രഹമുണ്ടാകും, അതുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞതെന്ന്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റാലികളും മറ്റും പരിശോധിച്ചാൽ കോൺഗ്രസ് അടിക്കടി ഇത് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ അധ്യക്ഷൻ തന്നെ പറയുന്നു ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന്. ഇതോടുകൂടി കിളി പോയത് മതമൗലികവാദികളുടെ ആയിരുന്നു. അവരുടെ സ്വപ്നം തന്നെ ഇതോടുകൂടി അവസാനിക്കുന്നു. ഒപ്പം കോൺഗ്രസിൻ്റെ ചില അണികളുടെയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.